നിഷാദ്, കൺമുന്നിൽ എന്താണ് കാണുന്ന കാഴ്ചകൾ? നമുക്കിപ്പോൾ ഈ ബേലിപ്പാലം നിർമ്മാണം പൂർത്തിയായാൽ തന്നെയും എത്ര വേഗത്തിൽ നമുക്ക് ആവശ്യമുള്ള യന്ത്രങ്ങൾ ദുരന്തം കൂടുതലായി ബാധിച്ച ഇടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും? നമുക്ക് ഈ തെരച്ചിലും ദൗത്യവുമൊക്കെ എത്ര ദിവസം വേണ്ടിവരും പൂർത്തിയാക്കാൻ നിഷാദ്? സൈഫു, എത്ര ദിവസത്തെ തെരച്ചിലിനൊടുവിൽ നമുക്ക് ഈ ദുരന്തത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി അറിയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാനില്ല എന്നാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഉരുൾപൊട്ടലിന്റെ വഴി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. മനുഷ്യ സാധ്യമായ എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങളും നടത്തിയാൽ തന്നെയും അതിന്റെ പരിമിതി എന്ന് പറയുന്നത് ഈ പ്രകൃതി ദുരന്തം നമ്മുടെ ഒരു ആലോചനാ പരിധിക്ക് അപ്പുറമാണ്. നമ്മൾ അപ്പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതുവഴിയാണ്. ഈ ഉരുൾപൊട്ടലിന്റെ ഒരു എന്താ പറയുന്നത് ഒരു രൗദ്രഭാവം അല്ലെങ്കിൽ അതിന്റെ താണ്ഡവം ആടി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പം ഈ കാണുന്നത് ബെയിലി പാലമാണ്. പട്ടാളം ഒരു പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. ആ പാലം വഴിയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ബസ്സുകൾ പോയിക്കൊണ്ടിരുന്നത്, ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ പാലം പൂർണ്ണമായി തകർന്നു. അപ്പോൾ അതിന് പിന്നിലുള്ള വഴിയിലേക്ക് നോക്കൂ സൈഫു. സാധാരണ നിലയ്ക്ക് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ആ ഉരുൾപൊട്ടലിന്റെ ഒരു സ്രോതസ് എവിടെയാണ്, എവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് അത് വന്നത് എന്ന് സാധാരണ നമുക്ക് ഉരുൾപൊട്ടൽ സ്ഥലത്ത് നോക്കിയേ കാണാൻ പറ്റും. ഇത് പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു നിലയ്ക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവും. ഈ മേഖല ആകെ തകർന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നതിന് ചുറ്റുഭാഗവും തകർന്നിരിക്കുകയാണ്. ഈ പാലത്തിന് വലിയ ഡിസ്റ്റൻസ് ഉള്ള നീളമുള്ള പാലമല്ല, അതിനപ്പുറത്തൊക്കെ മനുഷ്യർ താമസിച്ചിരുന്നതാണ്. ഈ ഏരിയ മുഴുവൻ ഈ അപകടത്തിൽ പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നിലേക്ക് നോക്കിയാൽ എവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്, എവിടെയാണ് ആ സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടായത്, എവിടെ നിന്നാണ് വന്നതെന്നുള്ള അതിൻ്റെ ഉറവിടം കാണാൻ കഴിയുന്നില്ല. അത്രയും ദൂരെ നിന്ന് ഉണ്ടായ ഒന്ന്. ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു 3-3.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എന്താ പറയുന്നത് ഉലഞ്ഞു വന്ന ഈ ഉരുൾപൊട്ടലാണ് ഇവിടുത്തെ ആളുകളുടെ ജീവൻ എടുത്തത് എന്നാണ്. കാരണം ആളുകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ വീടുകളല്ല, നല്ല എന്താ പറയുന്നത് ജീവിക്കാൻ കൊള്ളാം എന്ന് വിചാരിച്ച ആളുകൾ വലിയ വീടുകളൊക്കെ വെച്ച സ്ഥലമാണ്. അത്രയും സ്വസ്ഥമായും സ്വച്ഛമായും ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു, എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യരോട് ഇന്നലെ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു ലോകാവസാനമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. നിമിഷാർദ്ധം കൊണ്ട് സകലതും മൂടിപ്പോവുകയാണ്. ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ആർക്കും ഒരു ഐഡിയയും ഇല്ല, ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലം. അപ്പോൾ ഈ കാണുന്ന നോക്കൂ, ഇതൊരു ചെറിയ പുഴ, ഇത്രയും മാത്രം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു പാലത്തിൻ്റെ ഒരു ഏരിയ മുഴുവനായും സമ്പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പടുകൂറ്റൻ പാറക്കല്ലുകൾ. നമുക്ക് എന്താ പറയുക, മനുഷ്യർക്ക് അത് എടുത്തു മാറ്റാൻ കഴിയില്ല, അത്ര വലിയ പാറക്കല്ലുകൾ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന പാറക്കല്ലുകൾ നോക്കിയാൽ അത് പലതും പൊട്ടിച്ചെതറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാൻ അത്രയും പവർഫുള്ളായിട്ടാണ് ഇത് വന്ന് വീഴുന്നത്, അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ വീണുപോയ പാറക്കല്ലുകൾക്ക് അടിയിൽ തെരച്ചിൽ നടത്തുക. ഇപ്പം നേരത്തെ സൈഫ് ചോദിച്ച പോലെ നമ്മൾ എത്ര ദിവസം കൊണ്ട് തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും, എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കാൻ കഴിയും ചോദിച്ചാൽ അത്രയും മെഷീനറി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് മാറ്റി നോക്കാൻ പോലും കഴിയും. നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വളരെ കുറച്ച് കംഫർട്ടബിളായ സ്ഥലത്താണ്. ഇതിന് പുറകിലേക്ക് പോയാൽ പടുകൂറ്റൻ പാറകളുണ്ട്. അതൊക്കെ നീക്കി നോക്കണമെങ്കിൽ വലിയ ഹിറ്റാച്ചികൾ മെഷീനറികൾ വേണം. അത് മാറ്റി നോക്കിയാൽ മാത്രമാണ് മനുഷ്യർ എന്തുമാത്രം അതിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തുമാത്രം ആളുകൾ മിസ്സിംഗ് ആണ് എന്ന കാര്യത്തിൽ ഒരു ആക്ച്വൽ കണക്കുണ്ടെങ്കിൽ മാത്രമാണ് നിലവിൽ നമ്മൾ എത്ര മരണസംഖ്യയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, എന്തുമാത്രം ആളുകളെയാണ് ഈ അപകടം എഫക്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ആക്ച്വൽ കണക്ക് വേണം. അതിന് ഈ പറഞ്ഞ പ്ലാന്റേഷൻ കമ്പനിയുടെ HR ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക്, റേഷൻ കാർഡുകൾ, അങ്ങനെ പല വിവരങ്ങൾ എടുത്തുകൊണ്ട് മിസ്സിംഗ് കേസുകളുടെ കാര്യത്തിൽ ഒരു കണക്കുണ്ടാക്കാൻ, ഒരു വേഗമായ കണക്കെങ്കിലും ഉണ്ടാക്കാൻ ഇപ്പോൾ ഇവർ വളരെ ഫാസ്റ്റായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് സത്യത്തിൽ എത്ര പേരെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം നോക്കൂ, മനുഷ്യരെ കാല് കുത്തിയാലുള്ള പ്രശ്നം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം വഴുവഴുപ്പുള്ള മണ്ണാണ്. അപ്പോൾ ഇത് അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത, ഈ മണ്ണിൽ ചവിട്ടിയാൽ അത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തതും താഴ്ന്നു പോകും. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കിയാൽ എന്താണ്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മണ്ണ് ഇത്രമേൽ എന്താ പറയുക ലോലമായ പരിസ്ഥിതി പ്രദേശം നമ്മൾ പറയില്ല. അതായത് പാറക്കല്ലുകൾ ഒരു ഇരിക്കാൻ കഴിയാത്ത വിധം മണ്ണ് ദുർബലമാവുകയും വെള്ളവും മണ്ണും കൂടി കുഴഞ്ഞ് അവ ഇളകി തെന്നി മാറിയുമാണ് ഈ വരുന്നത്. അപ്പോൾ മലയിലൊക്കെ ഉണ്ടായിരുന്ന വലിയ പാറക്കല്ലുകളാണ് ഈ സത്യത്തിൽ ഈ അതിവേഗത്തിൽ പാഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കിലോമീറ്ററോളം ദൂരത്തിൽ അതിവേഗത്തിൽ സർവ്വതും നശിപ്പിച്ചുകൊണ്ട് സംഹാരമാടി വരികയാണിത്. അപ്പോൾ ആളുകൾക്ക് ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല എന്നാണ്. അപ്പോൾ ആ അപകടത്തിൽ ഞങ്ങൾക്ക് സർവ്വവും നഷ്ടപ്പെടുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടത് എന്ന് ആ രാത്രി ആൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവില്ല. ഇപ്പോഴും നമുക്കിതിൻ്റെ ഉറവിടത്തിലേക്ക് വേണ്ടി സമയമെടുക്കും. ഇപ്പോൾ ഈ നിർമ്മിക്കുന്ന ബെയിലി പാലത്തിൻ്റെ പണി ഉച്ചയോടുകൂടി കഴിഞ്ഞാൽ കൂടുതൽ മെഷീനറി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ദൗത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. രക്ഷാദൗത്യം എന്ന് പറയുന്ന ഏർപ്പാട് കഴിഞ്ഞു. ആളുകളെ നമുക്കിനി ജീവനോടെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പ്രയത്നവും ഇന്നലെ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ആളുകൾക്ക് ഇപ്പുറത്തേക്ക് ചൂരൽമലയിൽ നിന്ന് ഈ ശരിക്കും അപകട